യേശു കടലിന്മീതെ നടന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഒരിക്കൽ യേശു പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറി പോകുന്നതിന് മുമ്പ് തനിക്ക് മുമ്പായി പടകിൽ കയറി അക്കരയ്ക്ക് പോകുവാൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചു. വൈകുന്നേരമായപ്പോൾ യേശു ഏകനായിരുന്നു. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായിരുന്നു. കാറ്റ് പ്രതികൂലമാകൊണ്ട് ശിഷ്യന്മാർ തണ്ട് വലിച്ചു വലയുന്നത് അവൻ കണ്ടു. രാത്രിയിൽ ഏകദേശം 4-ാം യാമത്തിൽ യേശു കടലിന്മീതെ നടന്ന് അവരുടെ അടുക്കൽ വന്നു. ഇത് കണ്ട ശിഷ്യന്മാർ ഭൂതമെന്ന് നിരൂപിച്ച് പേടിച്ച് നിലവിളിച്ചു. യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. വരിക എന്നവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ടു പേടിച്ച് മുങ്ങി തുടങ്ങുകയാൽ, കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു. അവൻ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. പടകിലുള്ളവർ, നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.